ഇന്ന് നമുക്ക് ഒരു തമിഴ്നാട് സ്പെഷ്യൽ പൂണ്ട് കുഴമ്പ് ഉണ്ടാക്കി നോക്കാം. അതിലേക്കായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. എന്നിട്ട് നല്ലെണ്ണ അതാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. നല്ലെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവ, ജീരകം ഇതെല്ലാം ഒരു ലേശം ചൂടാവുമ്പോഴേക്കും ഇത്തിരി പെരുങ്കായം അത് ഇട്ട ശേഷം നമ്മൾ ഒരു 10-25 വെളുത്തുള്ളി വെച്ചാൽ അതിന് തമിഴിൽ പൂണ്ട് എന്നാണ് പറയുക. വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഏകദേശം ഒന്നായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അത് ഞാനൊരു 10 വെളുത്തുള്ളിയെങ്കിലും ചതച്ചത് എടുത്തു അതിട്ട് കൊടുത്തു. പിന്നെ ഒരു 10-25 ചെറിയ ഉള്ളി അത് രണ്ടായി നെടുകെ കയറിയിട്ട് അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി ഒന്ന് വഴണ്ടി വരുമ്പോൾ 3 തക്കാളി തക്കാളി മീഡിയം സൈസാണ്, 3 തക്കാളി അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കാരണം ഈ കറി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് വയ്ക്കാം. പിന്നെ ഞാനിതിൽ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, നോർമൽ മുളക് പൊടി, അതൊരു 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ നിറച്ച് 2 ടീസ്പൂൺ ഇട്ടിട്ട്, പിന്നെ കാശ്മീരി മുളക് പൊടി, അത് കളറ് കിട്ടുമല്ലോ, അത് 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വരണം കേട്ടോ. ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ ഒരു തക്കാളിയും ഒരു വലിയ ഉള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം ഒന്നായി വരുമ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പുളിവെള്ളം ഒഴിച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു. ഞാൻ ഈ മിക്സിയിൽ ആ പുളിവെള്ളം മിക്സിയിൽ ഒഴിച്ചത് എന്താ വെച്ചാൽ മിക്സിയിൽ ഉള്ളിയും തക്കാളി അരച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. കാരണം ഇതെല്ലാം നല്ലോണം വെന്ത് ഒന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് ഇതിനോട് കൂടി യോജിക്കണം. പിന്നെ ഒഴിക്കുമ്പോൾ ചുടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചെറു തീയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 10 to 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ കറി ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം. വളരെ വറ്റി നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ പൂണ്ട് കുഴമ്പ് കറി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. തൈര് സാദമൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ 2-3 ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് കേടുവരികയില്ല. നമുക്ക് ഏതിൻ്റെ കൂടെയും കൂട്ടാം കേട്ടോ. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ടേസ്റ്റിയാണ്. ഈവൻ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.